ഞങ്ങൾ ഇതിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒരു വലിയ സന്ദേശം തന്നെ, മറ്റൊന്നുമല്ല, അവയവദാനത്തെ പറ്റിയിട്ടുള്ള ഒരു വലിയ സന്ദേശം തന്നെ ഈ സിനിമ നൽകുകയാണ്. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രസ് മീറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. സാധാരണ എനിക്കിങ്ങനെ വരുന്ന സ്ഥലത്ത് ഭയങ്കര പേടിയുള്ള ആളാണ്. കാരണം എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളധികം ഞാൻ കണ്ടില്ല. എനിക്ക് പേടിയാണ് ഒരു തവണ ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ വളരെ പോസിറ്റീവ്. പിന്നീട് ഞാൻ അറിയാം നിങ്ങൾ സിനിമ കണ്ടിരുന്നു. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾ കണ്ടതുകൊണ്ട് ആ സ്നേഹം നിങ്ങളുടെ കണ്ണിലുണ്ട്, നിങ്ങളുടെ പുഞ്ചിരിയിലുണ്ട്. അതിന് വലിയൊരു നന്ദി ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊള്ളുകയാണ്. ഇവിടെ ബാധുക്ക പറഞ്ഞു ഡിഗ്രിയുടെ. എന്നോട് ഇപ്പൊ കുറച്ചു മുമ്പ് ചോദിച്ചു, അത് ഒരുപാട് ആളുകളില്ല കേട്ടോ, ഒരാളെ കണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നോട് ചോദിച്ചു, ഇങ്ങനെ സിനിമ നിങ്ങൾക്ക് വിഷമാവൂലേ നിങ്ങൾക്ക്? ഞാൻ അവരോട് പറഞ്ഞു, സിനിമ ഒരു ഡിഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു സിനിമ അല്ലെങ്കിൽ ഒരു റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞ സിനിമയെ വിജയിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ദ്രോഹിക്കാൻ പറ്റും. ആ ദ്രോഹം ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്തൊക്കെ രീതിയിൽ വന്നാലും നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സിനിമ കാണുന്ന സാധാരണക്കാരാണ് എന്നും സിനിമയെ ഇവിടെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമ വിജയിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇവിടെയുള്ള ഓരോ സാധാരണക്കാരുടെയും കൂടി ആവശ്യമാണ്. കാരണം അതിൽ പറഞ്ഞൊരു വാക്ക്, അതിൽ കമന്റ് വന്നൊരു വാക്ക്, കോളനി പടം എന്ന് പറഞ്ഞൊരു വാക്ക്. കോളനി മോശമാണ്, കോളനിക്കാർ മോശമാണ്. ഇവിടെ അത്തരക്കാരുടെ കഥയും പറയണ്ടേ? എപ്പോഴും വലിയ ആളുകളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ആ നായകന്മാർ രണ്ടുപേരും അങ്ങനത്തെ ആളുകൾ. എനിക്കത് മനസ്സിലായില്ല. ആ വാക്കിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു പോയി. ഞങ്ങളിവിടെ എല്ലാ ഏരിയയിലുള്ളവരും ഒന്നാണെന്ന് കാണിക്കാനാണ് അത് കാണിച്ചത്. ആ സിനിമ വേണമെങ്കിൽ ഒരു ഉത്സവമേളത്തിൽ അവസാനിപ്പിക്കായിരുന്നു, ക്ലൈമാക്സിൽ രണ്ട് കരയും തമ്മിൽ തല്ലി അവസാനിപ്പിക്കാൻ. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് ഹരിച്ചേട്ടന്റെ പണ്ട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഹരിച്ചേട്ടനെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഈ കൈയുടെ കാര്യം. അങ്ങനെയാണ് ഞാൻ വിഷ്ണു മനുച്ചേട്ടനെ കാണുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. മനുച്ചേട്ടന്റെ കൈകളില് ഈ ഇരിക്കുന്ന അമ്മയുടെ മോന്റെയാണ്. ഈ അമ്മയ്ക്കാണ് ആ മനസ്സിലായത്. അമ്മ ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു കാര്യത്തിൽ. അപ്പൊ ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടുത്തെ ഓരോരുത്തരുടെയും കാര്യം. ഞങ്ങൾ ഈ 200 പുതിയ കലാകാരന്മാര്, അത് പലവരും പല ജോലി ചെയ്ത ആൾക്കാരാണ്. എനിക്ക് അയാൾ പറഞ്ഞു ഒരുപാട് കാര്യം പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആ നെഗറ്റീവിലല്ല ഫോക്കസ് ചെയ്യുന്നു. കാരണം നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പോ അവരുടെ വ്യൂവേഴ്സ് കൂടിയും അവര് വലിയ ആളുകളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു. സിനിമ കണ്ടിട്ട് ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്ന് മുതലാണ് മലയാളികൾ വേറൊരാളുടെ വാക്ക് കേട്ട് സിനിമ കണ്ടു തുടങ്ങി? വേറൊരാളുടെ അവനവന്റെ ബുദ്ധിയിൽ, അവനവന്റെ ചിന്തയിൽ, അവനവൻ വിചാരിച്ച അവന്റെ വിവേചന ബുദ്ധിയിൽ കണ്ടിരുന്ന മലയാളികൾ വേറൊരാളുടെ വാക്കുകൾ കേട്ട് കാണാൻ തുടങ്ങി. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ പക്ഷെ ഇവിടെ എത്തിയത് ഈ സിനിമ കൊണ്ട് വലിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യസന്ധമായിട്ട് ഇവിടെ എത്തിയത്. അന്ന് സിനിമ കണ്ട് വളരെ ഗംഭീരമായ റിവ്യൂ തന്ന ഓരോ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ യൂട്യൂബ് റിവ്യൂവേഴ്സ് മാത്രമാണ് ഇത്തിരി മോശമായിട്ട് പറഞ്ഞത്. അത് അവരുടെ അഭിപ്രായമായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സിനിമയിലുള്ള 200ഓളം പുതുമുഖങ്ങളെയൊക്കെ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ സിനിമ ഇറങ്ങിയ സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവനെ ആദ്യം അടിക്കണം എന്ന രീതിയിൽ പറഞ്ഞു. അതാണ് ഞങ്ങൾക്ക് അവരെ ചൊടിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. അത് സിനിമ കണ്ടെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ റിവ്യൂ ചെയ്യാൻ ഒരു സീനുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, നല്ല റിവ്യൂ പറയുന്നവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ സംസാരിക്കണമെന്ന മാറ്റർ പറഞ്ഞല്ല, ഈ അവയവദാനത്തിന്റെ ഒരു മെസ്സേജ് ഞങ്ങളുടെ സിനിമയിലുണ്ട്. അപ്പോ ഈ ജാതീയതയുടെയും നിറത്തിന്റെയും പേരിലുള്ള ആ അതിർവരമ്പുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഐഡിയോളജിയിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത്. അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയത്. അപ്പോ ഞങ്ങളുടെ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സിനിമ കണ്ട് പത്തനാപുരത്തുള്ള ഒരു സഹോദരി, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഈ സിനിമ കണ്ടപ്പോ എനിക്ക് എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് തോന്നി എന്ന് പറഞ്ഞു. അനുവാദം വാങ്ങിച്ചിട്ട് അവരുടനെ തന്നെ അവരുടെ ഹസ്ബൻഡിനോട് അവർ അനുവാദം വാങ്ങിക്കുകയും അവരാ സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിൽ നമ്മുടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരു ക്യാരക്ടർ ചെയ്ത ശ്യാം എന്ന് പറയുന്ന സുഹൃത്തിനെയാണ് അവർ ആദ്യം വിളിക്കുന്നത്. അവരൊക്കെ ഒന്നിച്ചിരുന്നാണ് സിനിമ കണ്ടത്. അതിന് ശേഷമാണ്
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ഞങ്ങളെ ഭയങ്കര ഞെട്ടിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെ പിന്നാലെ വീണ്ടും അവിടെ നിന്ന് തന്നെ ആ ഒരു പത്തനാപുരത്ത് തന്നെ സിനിമ കണ്ട ഏകദേശം 20-25ഓളം പേര് നമ്മളെ അവയവദാനം ചെയ്യാൻ സമ്മതം അറിയിച്ചിട്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നിരിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ബാക്കി ഞങ്ങൾ ഈ സിനിമയുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതില്